ആഗോള സൈനികാധിപത്യത്തിന്റെ അപ്രമാദിത്വം അവകാശപ്പെടുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിനു നേരെ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കേവലം 2 ആഴ്ചയ്ക്കുള്ളിൽ 800 ദശലക്ഷം ഡോളറിന്റെ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് അമേരിക്കയുടെ സുരക്ഷാ കവചങ്ങളെ തകർത്തെറിഞ്ഞ ഈ നീക്കം കേവലം ഒരു സൈനിക പ്രതികരണം മാത്രമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന അധിനിവേശ രാഷ്ട്രീയത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെ വിളംബരം കൂടിയാണ്. ജോർദാനിലെയും യുഎഇയിലെയും അത്യാധുനിക താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടതിലൂടെ സാങ്കേതിക തികവിൽ തങ്ങൾ പിന്നിലല്ലെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രയേലിന്റെയും യുദ്ധതന്ത്രങ്ങൾ മേഖലയെ ഒരു മഹാവിസ്ഫോടനത്തിലേക്ക് തള്ളിവിടുമ്പോൾ അമേരിക്കൻ താവളങ്ങൾ അഗ്നിക്കിരയാകുന്നത് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയൊരു ശക്തിസന്തുലനം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ്. കോടികൾ ചിലവഴിച്ചു നിർമ്മിച്ച റഡാർ സംവിധാനങ്ങൾ വെണ്ണീറാകുമ്പോൾ അത് കേവലം സാമ്പത്തിക നഷ്ടമല്ല, മറിച്ച് അമേരിക്കയുടെ അധികാരഗർവിനേറ്റ തിരിച്ചടിയാണ്. ഈ സംഘർഷം മധ്യപൂർവേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്നുറപ്പാണ്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടകളായി കണക്കാക്കപ്പെട്ടിരുന്ന താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ കൃത്യമായ ആക്രമണത്തിൽ തകർന്നടിയുന്നത് പെന്റഗണിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതവും വിനാശകരവുമായ തിരിച്ചടിയാണ്. ഏകദേശം 485 ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ANTPY-2 റഡാർ സിസ്റ്റമാണ് ജോർദാനിലെ സൈനിക താവളത്തിൽ വെച്ച് പൂർണ്ണമായും തകർക്കപ്പെട്ടത്. ബാലിസ്റ്റിക് മിസൈലുകളെ വളരെ അകലെ വെച്ച് തന്നെ തിരിച്ചറിയാനും തകർക്കാനും ശേഷിയുള്ള ഈ സംവിധാനം മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണും കാതുമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. റഡാർ സംവിധാനത്തിന് നേരിട്ട ഈ ആഘാതം ജോർദാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യോമ പ്രതിരോധ നിരയെ അന്ധമാക്കിയെന്ന് തന്നെ പറയാം. ഈ അത്യാധുനിക റഡാറുകൾ ലക്ഷ്യം വെച്ചതിലൂടെ ഇറാൻ വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. എത്ര വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറച്ചുവെച്ചാലും അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആസ്തികൾ സുരക്ഷിതമല്ല. ജോർദാനിലെയും യുഎഇയിലെയും താവളങ്ങളിൽ പുകയുന്ന റഡാർ ഭാഗങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസിന്റെ വീഴ്ച കൂടിയാണ് വെളിവാക്കുന്നത്. ഒരു താഡ് റഡാർ സിസ്റ്റം തകരുമ്പോൾ അത് മാറ്റിസ്ഥാപിക്കുക എന്നത് സാമ്പത്തികമായി മാത്രമല്ല, സാങ്കേതികമായും വലിയ വെല്ലുവിളിയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ ദക്ഷിണ കൊറിയയിൽ നിന്ന് വരെ താഡ് ഘടകങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കെത്തിക്കാൻ അമേരിക്ക നിർബന്ധിതരായിരിക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ സൈനിക ഗർവിനേറ്റ ഈ പ്രഹരം മേഖലയിലെ യുദ്ധഗതിയെ തന്നെ മാറ്റിയെഴുതാൻ പോന്ന ഒന്നാണ്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടകളായി കണക്കാക്കപ്പെട്ടിരുന്ന കുവൈത്തിലെ അലി എൽ സാലയും, ഖത്തറിലെ അൽ ഉദൈദ്, സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ ബേസ് എന്നിവ ഇന്ന് ഇറാന്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും നിരന്തരമായ ലക്ഷ്യങ്ങളായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്നായ ഖത്തറിലെ അൽ ഉദൈദിൽ പോലും ഇറാന്റെ ആക്രമണം കൃത്യമായി പതിക്കുന്നത് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിലും പ്രധാനമായ വസ്തുത ഈ ആക്രമണങ്ങൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല എന്നതാണ്. BBC വേരിഫിക്കേഷന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പ്രകാരം ഒരേ താവളങ്ങളെ തന്നെ ഒന്നിലധികം തവണ കൃത്യമായി ലക്ഷ്യമിടാൻ ഇറാൻ സൈന്യത്തിന് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് അമേരിക്കൻ താവളങ്ങളിലെ കൃത്യമായ സ്ഥാനങ്ങൾ കണ്ടെത്താൻ ഇറാനെ സഹായിക്കുന്നത് റഷ്യയുടെ ഇന്റലിജൻസ് പിന്തുണയാണെന്ന റിപ്പോർട്ടുകൾ ആഗോള രാഷ്ട്രീയത്തിൽ വൻ ചലനമാണ് സൃഷ്ടിച്ചത്. റഷ്യയുടെ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം ഇറാനിലേക്കൊഴുകുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ നീക്കങ്ങളെ മുൻകൂട്ടി അറിയാൻ ഇറാനെ സഹായിക്കുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക സഹകരണം വെറുമൊരു പ്രതിരോധ ഇടപാടല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്ന പുതിയൊരു അധികാര കേന്ദ്രത്തിന്റെ രൂപീകരണമാണ്. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ ബേസിലെ റഡാർ ഘടകങ്ങളിൽ നിന്ന് പുകയുയരുന്ന ദൃശ്യങ്ങൾ സാറ്റലൈറ്റുകളിൽ തെളിയുമ്പോൾ അത് അമേരിക്കയുടെ രഹസ്യാത്മകതയ്ക്കും സുരക്ഷിതത്വത്തിനും ഏറ്റ കനത്ത പ്രഹരമാണ്. ലോകമൊരു പുതിയ ശീതയുദ്ധത്തിലേക്കല്ല, മറിച്ച് നേരിട്ടുള്ള പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണ് ഈ താവളങ്ങളുടെ തകർച്ച. മധ്യപൂർവേഷ്യയിലെ ഈ അനാവശ്യ യുദ്ധം അമേരിക്കൻ ഖജനാവിനെ പാപ്പരാക്കിക്കൊണ്ടിരിക്കുന്നതാണെന്ന വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. യുദ്ധം ആരംഭിച്ച് വെറും 12 ദിവസം പിന്നിടുമ്പോൾ 16.5 ബില്യൺ ഡോളറിലധികം, അതായത് 1.3 ലക്ഷം കോടി രൂപ അമേരിക്കയ്ക്ക് ചിലവഴിക്കേണ്ടി വന്നത് സാമ്പത്തിക വിദഗ്ധരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അടിയന്തരമായി $200 ബില്യൺ കൂടി യുദ്ധഫണ്ടിലേക്ക് ആവശ്യപ്പെട്ടത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കൊല്ലാൻ പണം വേണം എന്ന ഹെഗ്സെത്തിന്റെ പ്രസ്താവന ആധുനിക ലോകത്തിന് തന്നെ അപമാനകരമാണ്.
സ്വന്തം നാട്ടിലെ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനു പകരം സാധാരണക്കാരന്റെ കഠിനാധ്വാനത്തിലൂടെ ലഭിക്കുന്ന നികുതിപ്പണം അന്യരാജ്യങ്ങളിലെ അധിനിവേശത്തിനും ബോംബുകൾ വർഷിക്കാനും ഉപയോഗിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേരുന്നതല്ല. യുദ്ധമാരംഭിച്ച് വെറും 12 ദിവസം പിന്നിടുമ്പോൾ $800 മില്യൺ അതായത് 660 കോടി രൂപ വിലമതിക്കുന്ന സൈനിക ആസ്തികൾ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞത് എന്നത് അമേരിക്ക സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായ ഒരു തിരിച്ചടിയാണ്. ഇതിൽ സിംഹഭാഗവും ജോർദാനിലും UAEയിലുമായി തകർക്കപ്പെട്ട താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലെ റഡാറുകളിൽ നിന്നാണ് വരുന്നത്. $485 മില്യൺ വിലമതിക്കുന്ന ഒരു സിംഗിൾ റഡാർ യൂണിറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുമ്പോൾ അത് അമേരിക്കയുടെ തന്ത്രവിദ്യയെ തന്നെ പരിഹസിക്കുന്ന ഒന്നാണ്. ഇതിനു പുറമെ കുവൈത്തിലെയും ഖത്തറിലെയും താവളങ്ങളിലെ അത്യാധുനിക ഉപഗ്രഹ വിനിമയ സംവിധാനങ്ങൾക്കും കെട്ടിടങ്ങൾക്കുമുണ്ടായ $310 മില്യൺ നഷ്ടങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ മന്ദഗതിയിലാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിരോധ ബജറ്റുള്ള രാജ്യമെന്ന് അഹങ്കരിക്കുമ്പോഴും താരതമ്യേന കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഇറാന്റെ മിസൈലുകൾ കോടിക്കണക്കിന് ഡോളറിന്റെ അമേരിക്കൻ സംവിധാനങ്ങളെ ചാരമാക്കുന്നു എന്നത് യുദ്ധതന്ത്രത്തിൽ വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. തകർന്ന ഈ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം എന്നതും അതിനായി വീണ്ടും ശതകോടിക്കണക്കിന് ഡോളർ ചിലവാക്കേണ്ടിവരും എന്നതും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഈ $800 മില്യൺ നഷ്ടം കേവലം അക്കങ്ങളല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സുരക്ഷാ മതിലുകളിൽ വീണ വലിയ വിള്ളലുകളാണ്. ഈ സാമ്പത്തിക ആഘാതം കേവലം യുദ്ധചിലവുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തകർന്ന $800 മില്യൺ വിലമതിക്കുന്ന സൈനിക ആസ്തികൾ പുനഃസ്ഥാപിക്കുക എന്നത് അമേരിക്കയ്ക്ക് വലിയൊരു ബാധ്യതയായി മാറും. കൂടാതെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരപാതയായ ഹോർമുസ് കടൽ അടച്ചുപൂട്ടപ്പെടുമെന്ന ഭീഷണി ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഇത് അമേരിക്കയിലെ ആഭ്യന്തര വിപണിയെയും ദോഷകരമായി ബാധിക്കും. ഇസ്രയേലിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ യുദ്ധം അമേരിക്കയെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നുറപ്പാണ്. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചതുപോലെ മറ്റൊരു വലിയ പരാജയത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കുമാണ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.